നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. റമദാൻ അടുത്തെത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ഗൾഫ് രാഷ്ട്രങ്ങളിൽ കോവിഡ് വാക്സിൻ കുത്തിവയ്പ് ക്യാമ്പയിൻ പുരോഗമിച്ചു വരുന്നു. നോമ്പെടുത്തിട്ട് കുത്തിവയ്പ് എടുത്താൽ വ്രതം മുറിയുമോ? വിശ്വാസികളുടെ ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് ഇസ്ലാമിക മതകാര്യ മന്ത്രാലയം ഔഖാഫ് ആശ്വാസ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. റമദാനിലും ധൈര്യമായി കോവിഡ് വാക്സിൻ കുത്തിവയ്പ് എടുക്കാമെന്നും ഇക്കാരണത്താൽ നോമ്പ് മുറിയില്ലെന്നുമാണ് മന്ത്രാലയം വ്യക്തമാക്കുന്നത്. മാംസപേശിക്കകത്താണ് വാക്സിൻ കുത്തിവയ്പ് എടുക്കുന്നത്. ഇത് വയറിലെത്തുകയില്ല. ആയതിനാൽ തന്നെ വെള്ളം കുടിക്കുന്നത് പോലെയോ ഭക്ഷണം കഴിക്കുന്നത് പോലെയോ മാംസപേശിക്കകത്ത് കുത്തിവയ്പ് എടുക്കുന്നതിലൂടെ വയറിലേക്ക് ദ്രാവകം എത്തില്ല എന്നാണ് പറയപ്പെടുന്നത്. ഔഖാഫിന്റെ ശരിയ കമ്മിറ്റി തലവനും സുപ്രീം കോടതി ഡെപ്യൂട്ടി ഹെഡുമായ ഷെയ്ഖ് ഡോക്ടർ തഖിൽ ബിൻ സയർ അൽ ഷമാരിയാണ് ട്വിറ്ററിലൂടെ കാര്യം വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. വ്രതമനുഷ്ഠിച്ചുകൊണ്ട് തന്നെ കോവിഡിനെതിരെ വാക്സിൻ സ്വീകരിക്കുന്നത് അനുവദനീയമാണ്. ഇത് വ്രതം മുറിയാൻ കാരണമാകില്ലെന്ന് മന്ത്രാലയം വിശദീകരിക്കുന്നു. തൊലിക്കുള്ളിലൂടെ മാംസപേശിയിലാണ് കുത്തിവയ്പ് എടുക്കുന്നത്. വ്രതമനുഷ്ഠിക്കുന്ന സമയത്ത് തന്നെ കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നത് നോമ്പിനെ പ്രതികൂലമായി ബാധിക്കില്ലെന്നും ഔഖാഫ് മന്ത്രാലയത്തിന്റെ ഹത്വ കമ്മിറ്റി അറിയിച്ചു. മാസപ്പിറവി കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ മധ്യത്തോടെയായിരിക്കും ഈ വർഷത്തെ റമദാൻ ആരംഭിക്കുന്നത്. കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നതിലൂടെ നോമ്പ് മുറിയില്ലെന്ന് വിവിധ അറബ് രാജ്യങ്ങളിലെ പണ്ഡിതന്മാരും അധികൃതരും ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഖത്തറിൽ കോവിഡ് വാക്സിൻ ക്യാമ്പയിൻ കാര്യക്ഷമമായി പുരോഗമിച്ചു വരുന്നു. ഖത്തറിൽ 4 ഘട്ടമായി എല്ലാവർക്കും വാക്സിൻ നൽകുകയാണ് പൊതുജനാരോഗ്യ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഡിസംബർ 23 മുതലാണ് ക്യാമ്പയിൻ തുടങ്ങുന്നത്. എല്ലാവർക്കും സൗജന്യമായാണ് കുത്തിവയ്പ്. വാക്സിൻ സ്വീകരിക്കാനായി എല്ലാവർക്കും ഓൺലൈനിൽ രജിസ്ട്രേഷൻ നടത്താനുള്ള സൗകര്യം മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലെ www.covid19.moph.gov.qa/en/instructions.html എന്ന ലിങ്കിലൂടെയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ QNCC-യിൽ എത്തി വാക്സിൻ സ്വീകരിക്കാനുള്ള അറിയിപ്പ് വന്നു തുടങ്ങിയിരിക്കുകയാണ്. നിലവിൽ 50 വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവർ, ദീർഘകാല രോഗികൾ, ആരോഗ്യ പ്രവർത്തകർ, അനുബന്ധ മേഖലയിലുള്ളവർ, വിവിധ മന്ത്രാലയങ്ങളിൽ സർക്കാർ വകുപ്പുകളിലും പ്രധാന സ്ഥാനത്തുള്ളവർ, സ്കൂൾ അധ്യാപകരും ജീവനക്കാരും എന്നിവരാണ് കോവിഡ് വാക്സിൻ സ്വീകരിക്കാനുള്ള മുൻഗണനാ പട്ടികയിൽ ഉള്ളത്. ഈ ഗണത്തിലുള്ളവരെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് നേരിട്ട് ബന്ധപ്പെടും. ഇതിനുശേഷമാണ് ഇവർ എപ്പോഴാണ് വാക്സിൻ സ്വീകരിക്കാനായി ആശുപത്രിയിൽ എത്തേണ്ടത് എന്ന് അറിയിക്കുക. എന്നാൽ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവർക്കും അറിയിപ്പ് ലഭ്യമാകുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.